യേശുവാരിലുമുന്നതനാമെന്നാത്മസഖാവവനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ ഏവരും എന്നെ കൈവെടിഞ്ഞിടുകിൽ യേശു താൻ എന്നരികിൽ കാണും ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ യേശുവാരിലുമുന്നതനാമെൻ ആത്മസഖാവവനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ. എന്നെ തേടി വിണ്ണകരം വിട്ടു മണ്ണിൽ വന്നവനേ എൻ്റെ പാപശാപമകറ്റാൻ ജീവൻ തന്നവനേ എന്തിനും തൻ തിരുസ്നേഹ പാശബന്ധമഴിക്കുവാൻ കഴിയാതെന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ എന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ യേശുവാരിലുമുന്നതനാമെന്നാത്മസഖാവവനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ. മാനസമേ ചാരുക ദിനവും ഈ ദിവ്യ സ്നേഹിതനിൽ ധ്യാനം ചെയ്യുക തൻ തിരുസ്നേഹ മധുരിമ സന്തതവും ഏതു ഖേദം വരികിലും പതറാതേശു താൻ നിന്നാശ്രയമതിനാലന്ത്യത്തോളം പൊരുതുക കുരിശിനുത്തമനാം ഭടനായി അന്ത്യത്തോളം പൊരുതുക കുരിശിനുത്തമനാം ഭടനായി യേശുവാരിലുമുന്നതനാമെന്നാത്മസഖാവവനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ. 34 സങ്കീർത്തനം 18 വാക്യം നമുക്ക് വായിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ 34 സങ്കീർത്തനം നമുക്കേറെ പ്രിയമുള്ളതായ ഒരു സങ്കീർത്തനമാണ്. എല്ലാ സമയത്തും നാം വായിക്കുകയും ധ്യാനിക്കുകയും ആശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു സങ്കീർത്തനമാണല്ലോ 34 സങ്കീർത്തനം. നാം വല്ലാതെ വിഷമിക്കുന്നതായ സമയത്തും നമ്മുടെ പ്രയാസവേളകളിലൊക്കെ നാം വായിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന അനേക വേദഭാഗങ്ങൾ ഉൾപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണല്ലോ ഈ 34 സങ്കീർത്തനം. ദാവീദ് രാജാവ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് താൻ പറയുന്നു.
രണ്ട് കൂട്ടരെ സംബന്ധിച്ചാണ് ദാവീദ് രാജാവ് പറയുന്നത്. ഒന്ന് ഹൃദയം നുറുങ്ങിയവർ, രണ്ടാമത്തേത് മനസ്സ് തകർന്നവർ. ഈ രണ്ട് കൂട്ടരും ഒരുപോലെ സങ്കടത്തിൻ്റെ ഏറ്റവും പാരമ്യത അനുഭവിക്കുന്നവരാണ്. ദാവീദ് രാജാവ് പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവരെയും മനസ്സ് തകർന്നവരെയും കർത്താവ് സഹായിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് എന്നാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവത്തെയാണ് ദാവീദ് രാജാവ് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ അരികിലേക്ക് വരുന്ന ദൈവം, നമ്മുടെ മനസ്സ് വിഷമിക്കുന്നതായ സമയത്ത്, ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് വരുന്നവനായ ദൈവം, ദൂരെ ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നു. പഴയ കാലത്ത് ദൈവത്തെ ആളുകൾ ഭയപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ തന്നെ അവർക്ക് ഭയമായിരുന്നു. പഴയ നിയമകാലത്ത് അനേകർ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നത് ഭയത്തോടുകൂടെയാണ്. കാരണം അവർക്ക് അങ്ങനെ ചെല്ലുവാനുള്ള അവകാശമില്ലായിരുന്നു, അനുവാദമില്ലായിരുന്നു. കാരണം അവരുടെ പാപപ്രവൃത്തികളുമായി അവർ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എത്ര വിലയേറിയതാണ്! കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപക്ഷമയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അങ്ങനെ പാപക്ഷമ ലഭിച്ച ദൈവമക്കൾക്ക് ക്രിസ്തുയേശുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനുള്ള അനുവാദമുണ്ട്. ആ ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നവൻ കൂടെയാണ്. ഈ വേദഭാഗം അത് നമ്മെ വിളിച്ചറിയിക്കുകയാണ്. നമ്മുടെ ഹൃദയ നുറുക്കത്തിൻ്റെ വേളയിൽ ഈ ദൈവം നമ്മുടെ സമീപസ്ഥനാണ്, തൊട്ടടുത്ത് നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുന്നവനായ ദൈവം. ആരാ നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്? ഈ ദൈവം സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ അല്ല. സർവ്വ അഖിലാണ്ടത്തെയും ചമച്ചവനായ ദൈവം, സകല ചരാചരങ്ങളെയും ഉളവാക്കിയവനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അപ്രമേയനായ ദൈവം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശമാനമായ മുഖത്തോടു കൂടിയവൻ, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സകലത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം, അപ്രമേയനായ ദൈവം. അങ്ങനെ അങ്ങോട്ട് വിവരിക്കുമ്പോൾ എത്രമാത്രം ഉന്നതനായ ദൈവമാണ് നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നത്, സമീപസ്ഥനായിരിക്കുന്നത് എന്നുള്ളത് എത്രയോ അവർണ്ണനീയമായ ഒരു കാര്യമാണ്. അത് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? നാം ഹൃദയം നുറുങ്ങിയിരിക്കുന്നതായ സമയത്ത് ഈ സർവ്വ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മെ സഹായിക്കുന്നു, നമ്മെ തലോടുന്നു. അതെത്ര വിലയേറിയതായ ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്കിത് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പലപ്പോഴും നാം വിചാരിക്കുന്നത് നമ്മുടെ അരികിലേക്ക് ദൈവം വരുന്നില്ല എന്നാണ്. നമ്മൾ വിചാരിക്കുന്നു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ അരികിലേക്ക് വരുന്നില്ല. എന്നാൽ ദൈവവചനം പറയുന്നു, നിന്റെ മനസ്സ് വിഷമിക്കുന്ന സമയത്ത് നിന്റെ തൊട്ടടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നിന്റെ അരികിലേക്ക് കർത്താവ് വന്നിട്ടുണ്ട്. നീ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നിന്റെ അരികിൽ വന്നിരുന്നിട്ട് ഒരു കരയുന്ന കുഞ്ഞിനെ അതിൻ്റെ പിതാവ് എങ്ങനെയാണോ എടുത്ത് ആശ്വസിപ്പിക്കുന്നത്, അതേപോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്ക് സമീപസ്ഥനായിട്ടുണ്ട്. ആ ദൈവത്തെ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഒന്ന് കാണുവാൻ നമുക്കിടയായിത്തീരണം. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ആ കർത്താവ് നമ്മുടെ അരികിലുണ്ട്, തൊട്ടടുത്തുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാവിലെ നാം രോഗാവസ്ഥയിലായിരിക്കാം. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് നാം വല്ലാതെ പ്രയാസപ്പെടുന്നതായ ഒരു സമയമായിരിക്കാം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവ് നിന്റെ സമീപത്തുണ്ട്, നിന്റെ അരികിലുണ്ട്. നിന്നെ തലോടുന്ന ആ കരം കാണുവാൻ നിനക്ക് സാധിക്കുമോ? നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്റെ ശരീരത്തിലേക്ക് ശക്തി നൽകുന്ന, നിന്റെ മനസ്സിന് ധൈര്യം നൽകുന്ന, നിന്നെ ശക്തീകരിക്കുന്ന ആ കരം കാണുവാൻ നിനക്ക് സാധിക്കുമോ? നിന്റെ രോഗക്കിടക്കയിൽ നിനക്ക് ആശ്വാസം നൽകുന്ന, നിനക്ക് ധൈര്യം നൽകുന്ന, നിനക്ക് സൗഖ്യം നൽകുന്ന ആ കരം കാണുവാൻ നിനക്ക് സാധിക്കുമോ? ഒരു പക്ഷെങ്കിൽ പ്രിയമുള്ളവരുടെ വേർപാട് നിമിത്തം
വല്ലാതെ ഭാരപ്പെടുന്ന സ്ഥിതിയിലായിരിക്കാം. അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ തകർക്കുന്നതായ ഒരു രംഗമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രിയമുള്ളവർ നമ്മളിൽ നിന്ന് വേർപെടുമ്പോൾ ആ ദുഃഖം താങ്ങാനാവാതെ നമ്മുടെ ഹൃദയം വല്ലാതെ തകർന്നു പോകുന്നതായ സമയമായിരിക്കാം. ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മക്കളുടെയോ മാതാപിതാക്കളുടെയോ നമ്മുടെ പ്രിയമുള്ളവരുടെയോ ഒക്കെ മരണം നമ്മെ വല്ലാതെ തകർക്കുന്നതായിരിക്കാം. അങ്ങനെ വേർപാടിൻ്റെ സമയത്ത് നമ്മുടെ ഹൃദയം തകരുമ്പോൾ നാം അറിയാതെ നമ്മുടെ അരികിൽ വന്നിരിക്കുന്ന ഒരുവനുണ്ട്, സമീപസ്ഥനായ ഒരുവൻ. അവിടുന്ന് നമ്മുടെ അരികിൽ വന്നിരുന്നിട്ട് നമ്മെ തലോടിയിട്ട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം, സർവശക്തനായ ദൈവം, സർവമഹത്വധാരിയായ ദൈവം, സാറാഫുകൾ ആരാധിക്കുന്ന ദൈവം, അനേകായിരം കോടി ദൂതന്മാർ അകമ്പടി ചെയ്യുന്നവനായ ദൈവം, അങ്ങനെയുള്ള ദൈവം നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് കാണുവാൻ ഇന്ന് രാവിലെ സാധിക്കുമോ പ്രിയമുള്ളവരെ? അതിന് നമ്മുടെ വിശ്വാസ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. നമ്മുടെ അന്തരാത്മാവ് കൊണ്ട് ഈ ദൈവത്തെ കാണുവാനിടയാകട്ടെ. സർവമഹത്വത്തോടും കൂടെ നമ്മുടെ സമീപത്ത് വന്ന് നിൽക്കുന്ന, നമ്മെ തലോടുന്ന ആ ദൈവത്തെ ഒന്ന് കാണുവാൻ നമുക്ക് സാധിക്കുമോ? പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. കർത്താവ് നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച 2 പേരെ നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് 2 പേർ സഞ്ചരിക്കുകയാണ്. അവരുടെ കൂടെ കർത്താവുണ്ട്. കർത്താവിനെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ കർത്താവിനെ സംബന്ധിച്ച് സംശയത്തോടുകൂടെ പറയുകയാണ്. അവർ പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരൊക്കെ പറയുന്നു എന്നാണ് അവർ പറയുന്നത്. അവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. അവർ കർത്താവിനോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്, കർത്താവിൻ്റെ കൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവിനെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കാതെ പോയി. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ഇങ്ങനെയാണ്. നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്ന കർത്താവിനെ, സമീപസ്ഥനായ ഈ ദൈവത്തെ കാണുവാനും അറിയുവാനും ആ സാന്നിധ്യം അനുഭവിക്കുവാനും നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ അരികിൽ നിൽക്കുന്ന ആ കർത്താവിനെ കാണുവാൻ നമ്മുടെ വിശ്വാസ കണ്ണുകൾ ഇന്ന് രാവിലെ ദൈവം ഒന്ന് തുറന്നു തരട്ടെ. ആ കർത്താവിൻ്റെ ഏറ്റവും മഹത്വമേറിയ, ശോഭയേറിയ ആ തേജസ്സൊന്ന് കാണുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ തലോടുന്ന ആ കരമൊന്ന് കാണുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ആ ഒരു വലിയ സന്തോഷത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഏറ്റവും വലിയ അചഞ്ചലമായ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകട്ടെ. അങ്ങനെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ, നല്ല ദൈവമേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ, മനസ്സ് തകർന്ന അവസ്ഥയിലായി പോകാറുണ്ട്. എന്നാൽ ആ സമയത്ത് ഞങ്ങൾക്ക് സമീപസ്ഥനായ ദൈവത്തെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ അരികിലേക്ക് വരുന്ന തേജസ്സേറിയ ആ രൂപം കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കർത്താവേ. പലപ്പോഴും അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാനോ അവിടുത്തെ തേജസ് കാണുവാനോ ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗീയമായ മഹത്വം കാണുവാനോ ഞങ്ങൾക്ക് സാധിക്കാതെ ഞങ്ങൾ വിഷമത്തിലാണ്ടുപോകുന്ന സമയങ്ങളുണ്ടല്ലോ കർത്താവേ. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളെ അരികിൽ വന്ന് നിൽക്കുന്ന ആ സ്വർഗീയമായ തേജസ് കാണുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ മഹത്വം കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറന്നു തന്നാട്ടെ കർത്താവേ. ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. അവിടുത്തെ സമാധാനം ഞങ്ങൾ അനുഭവിക്കട്ടെ. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരത്തിൻ്റെ തലോടൽ ഞങ്ങൾ അനുഭവിക്കട്ടെ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് ഞങ്ങളോട് പറയുന്ന ഇമ്പശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ആ ധൈര്യത്തോടെ ഞങ്ങൾ ജീവിക്കട്ടെ. ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തെ കാണുവാൻ, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, ആ മുഖം കാണുവാൻ, അങ്ങനെ ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കിയാട്ടെ. യേശു ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു.
ഈ ബലത്തോടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.